എന്തിനാ അങ്ങനെ പറഞ്ഞത് അമിതേ? ഞാൻ പാപം. ശ്രീകുട്ടി വന്നോന്ന് ചോദിക്കുന്നുണ്ട് രാജേഷ്. അമ്മ വീഡിയോസ് നല്ല സോഫ്റ്റ്വെയർ വെച്ച് എഡിറ്റ് ചെയ്യണം. അമ്മക്ക് അറിഞ്ഞൂടാ മോനെ, അമ്മക്ക് അറിഞ്ഞൂടാ എന്ത് വെച്ച് എഡിറ്റ് ചെയ്യണമെന്ന്. അമ്മ വീഡിയോസ് നല്ല സോഫ്റ്റ്വെയർ വെച്ച് എഡിറ്റ് ചെയ്യണം. അമ്മക്ക് അറിയില്ലടാ മോനെ, അമ്മക്ക് അറിയുന്ന രീതിയിലാടാ അമ്മ എഡിറ്റ് ചെയ്യണം. അമ്മക്ക് അറിയുന്ന രീതിയിലാണ് അമ്മ ചെയ്യണം പൊന്ന. ഏത് സോഫ്റ്റ്വെയറോടാ മോനെ? നിനക്കറിയാവോ? നിനക്കറിയാവോ മോനെ? ശ്രീകുട്ടി വന്നു. ശ്രീ ഉച്ചയ്ക്ക് വന്നു. എനിക്കറിയാം ബിന്ദുട്ടി. ഇളയ മോൻ സഹായിക്കും. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മാത്രം കൊടുക്കും മോനെ. അവർക്കിങ്ങനെ സമയം മെനക്കെട്ട് അത് എഡിറ്റ് ചെയ്യാനും എന്തെങ്കിലും നമ്മൾ യൂട്യൂബിൻ്റെ സംശയങ്ങൾ ചോദിച്ചാൽ അത് തീർത്ത് തരും. വീഡിയോസ് എടുക്കണത് എഡിറ്റ് ചെയ്യണത് ഇടണതൊക്കെ ഞാൻ തന്നെ മോനെ. അത് എങ്ങനെയൊക്കെ ചെയ്യണം നമുക്കറിയില്ലടാ. അമ്മയ്ക്ക് അറിയാവുന്ന രീതിയിൽ അമ്മ എടുത്തങ്ങ് ഇടുന്നുണ്ട്. ഓടിപ്പോ. അറിയാം, നെയ്യാറ്റിൻകരയാണ്. അറിയാം നെയ്യാറ്റിൻകരയാണ്. ഗായത്രി ഇപ്പോൾ വന്നു. ശ്രീകുട്ടി ചേച്ചിന്ന് വിളിക്കണ. അനിയൻ അടുത്തുണ്ട്. ശ്രീ എൻ്റെ എല്ലാമല്ലേ എൻ്റെ ചേലത്തെ ചെമ്പരന്തല്ലേ, നിന്റെ മാറിലെ മായ ചന്ദന പൊട്ടെന്നെനിക്കല്ലേ, എൻ്റെ എല്ലാമല്ലേ എൻ്റെ ചേലത്തെ ചെമ്പരന്തല്ലേ, നിന്റെ മാറിലെ മായ ചന്ദന പൊട്ടെന്നെനിക്കല്ലേ. പ്രഭു ചേച്ചി, നെയ്യാറ്റിൻകരയിൽ എനിക്ക് അറിയാത്ത സ്ഥലങ്ങളില്ല. നെയ്യാറ്റിൻകരയിൽ എവിടെയാണ് സ്ഥലം? ഇഷ്ടമാണെങ്കിൽ പറഞ്ഞാൽ മതിയെന്ന് ദിലീപ് കുമാർ പറയുന്നുണ്ട്. പെട്ടെന്ന് ഞാൻ പോണു, 10:30 വരാം കേട്ടോ. നിനക്ക് തന്നെ. ദേ വന്നു, ദാ പോയി. ശ്രീകുട്ടി ബിന്ദു ചേച്ചി വിളിക്കുന്നു. പ്രജീഷ് സിന്ധുവിനെ വിളിക്കുന്ന. അതെ, ഞാൻ പോയി കഴിച്ചിട്ട് വരട്ടാക്കളെ. നിങ്ങൾ കഥ പറയുമോ? ഞാൻ പോയി കഴിച്ചിട്ട് വരട്ടാ. എല്ലാവർക്കും ബൈ, ടാറ്റ. ദിലീപ് കുമാർ പോകണോ? ദിലീപ് കുമാറിൻ്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? ദിലീപ് കുമാർ വീട്ടിൽ ആരൊക്കെയുണ്ട്? ശ്രീകുട്ടി കഴിച്ചോന്ന് ബിന്ദു ചോദിക്കുന്നുണ്ട്. ഞാനിപ്പോൾ കഴിച്ചിട്ട് വരട്ടാടാക്കളെ. ഞാനിപ്പോൾ കഴിച്ചോടെ മുത്തേന്ന് ചോദിക്കുന്നുണ്ട്. ഞാനും പോയി കഴിച്ചിട്ട് വരട്ടാ. മക്കൾക്ക് സുഖമാണോ? എന്ത് ചെയ്യുന്നു? കഴിച്ചു ചേച്ചിന്ന് ശ്രീകുട്ടി പറയുന്നു. ശ്രീകുട്ടി ഇന്നലെ കണ്ടില്ലല്ലോ. രാജേഷിന് എല്ലാം നേഴ്സുമാരാണ് കേട്ടോ. രാജേഷിൻ്റെ കൂട്ടുകാരൊക്കെ നേഴ്സുമാരാണ്. സുഖം പ്രതീക്ഷയെ. മോൻ ലാപ്ടോപ്പ്, മോൾ ഫോണ്, ലാപ്പ്. പിന്നെ ഞാൻ എന്തു ചെയ്യാൻ? നമ്മത് പറഞ്ഞില്ല. എന്തിനാ അങ്ങനെ പറഞ്ഞതെന്നാ ബിന്ദു ചോദിക്കുന്നുണ്ട്. എൻ്റെ ഫോണില്ലല്ലോ. ഫോൺ എന്തിനാ മക്കളെ അമ്മ വാങ്ങിച്ച? ഫോൺ എന്തിനാ അമ്മ വാങ്ങിയത്? പ്രഭ ചേച്ചി വിളിക്കുന്നുണ്ട്. ഇന്നലെ ഡ്യൂട്ടി കഴിഞ്ഞു, ക്ഷീണമായിരുന്നു. ചേച്ചി വെറുതെ പറഞ്ഞ. നീ പോവണ്ട, പപ്പയുടെ കാര്യം പറ. നെയ്യാറ്റിൻകരയിൽ ധനുവച്ചപുരം മണിവിളയാണെന്ന്. പോയാ എന്തേച്ചി ദിലീപ് പോയാ എന്താ? ഡോറൊക്കെ തുറന്നു കിടക്കണം, കൊതു മുച്ചുന്നുണ്ട്.